ഈ കുണ്ടന്നൂർ ഗ്യാങ്ങിൽപ്പെട്ട ഒരു കുണ്ടൻകുഞ്ഞ് കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോക്ക് ഇട്ടൊരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഒരു കാര്യമില്ലാതെ എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതിന് ലവൻ എനിക്കിട്ട് സ്ട്രൈക്ക് തന്ന് ഞാൻ അവനെതിരെ ഒരു വീഡിയോയും ചെയ്തു. അതവിടെ തീർന്നു. കഴിഞ്ഞ ദിവസം ഇവൻ കിക്ക് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ലൈവിനകത്ത് വന്ന സമയത്ത് എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തരുന്നുണ്ട് വാണം എന്നൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരിക്കും വാണ കൊതിയനെന്ന്. ഇവൻ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആദ്യം സീക്രട്ട് ഏജന്റ് പിടിച്ച് സായി കൃഷ്ണൻ എടുത്ത് വലിച്ച് ഒട്ടിച്ചു വെച്ച്. അപ്പോഴത്തേക്ക് സായിയുടെ കാല് നക്കി അത് കോംപ്രമൈസ് അടിച്ചു. ഒരു കൈവതം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. ഈ കണ്ട വാണങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് അതും വിശ്വസിച്ച് നടക്കല്ല. മനസ്സിലായോ? ഓനൊന്നും കണ്ടന്റ് ഇല്ല. ഓനെല്ലാം എന്നെ കുറിച്ച് ഇട്ടാലേ രണ്ടാൾക്കാർ കാണും. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു. ഈ പരനാറി പറയുന്ന ആദ്യത്തെ കാര്യം എനിക്ക് കോണ്ടന്റ് ഇല്ല എന്നാണ്. ഇവന്റെ പേര് പറഞ്ഞാൽ മാത്രമേ എനിക്ക് റീച്ച് കിട്ടൂ, എനിക്ക് വ്യൂവർഷിപ്പ് കിട്ടൂ എന്നുള്ളതാണ്. നിന്റെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. 60 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്, 60,000. അതിനകത്ത് 131, 101, 121, 476, 355, 119, 107 ഇങ്ങനെ പോകും വ്യൂവർഷിപ്പ്. നിന്റെ തെറ്റിദ്ധാരണയാണ് നിന്റെ പേര് പറഞ്ഞാലാണ് വ്യൂവർഷിപ്പ് കിട്ടുന്നതെന്ന്. അത് നിന്റെ പേര് പറഞ്ഞതുകൊണ്ടല്ല. ആ സൈഡിൽ ഇരിക്കുന്ന എന്റെ മോൻ കണ്ടിട്ടാണ് ആൾക്കാരത് ക്ലിക്ക് ചെയ്യുന്നത്. നീ ആരാണ് നിന്റെ വിചാരം? ഇവനെ വെച്ച് വീഡിയോ ഇട്ട ഗുണമുണ്ടാവും. നീ ആരാണ് നിന്റെ വിചാരം? എടാ കണ്ടവന്റെ മുന്നിൽ ഉണ്ടാക്കിയ വ്യൂവർഷിപ്പ് അല്ലേ നിനക്കുള്ളത്? നിന്റെ പേര് അല്ല നീ എന്താ ഉണ്ടാക്കിയത്? പിന്നെ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പൈസക്ക് വേണ്ടി വീഡിയോ ആടാ, ഞാൻ പൈസക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. നീ എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്? ചാരിറ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ? ചാരിറ്റി ഒന്നും ആയിരിക്കത്തില്ല. കല്ലും പുല്ലും മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും നീ വീഡിയോ ഇടുന്നത്. എന്താണെങ്കിലും അതിന് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഓൻ്റെ ഒന്നും പേര് ഞാൻ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. എനിക്ക് അറിയില്ല ഈ വാണല്ലേ ഏതാന്ന് പോലും. ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ വാണം. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. സീക്രട്ട് ഏജന്റ് ഇങ്ങനത്തെ 4 ആൾ അറിയുന്ന ആളെ കുറിച്ച് ഞാൻ പറയും. ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ അണ്ടർ റേറ്റഡ് മൊണ്ണനൊന്നും ഞാൻ പറയുന്ന പോലും ഇല്ല. കാരണം അതിന് വേണ്ടിയിട്ടായിരിക്കും ഓൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. ഓന്റെ പേര് ഞാൻ പറഞ്ഞ് ഓനെ കുറ്റം പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിട്ട്. അതിങ്ങനെ നോക്കും ഈ വാണെല്ലാം അതിന് വേണ്ടി നടക്കുന്നതാണ്. എവന്റെ പേര് പറഞ്ഞിട്ട് വേണം എനിക്ക് റീച്ച് കൂട്ടാൻ. എടാ നിന്നെ പോലൊരു പരനാറി പട്ടി എന്റെ പേര് പറയാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. പിന്നെ ഈ പറയുന്നവൻ യൂട്യൂബറും സ്ട്രീമറും ആയ കഥ ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. എടാ തൊപ്പിയുടെ മുന്നിൽ 4 പേര് അറിഞ്ഞില്ലടാ നിന്നെയൊക്കെ. അല്ല നിന്റെ കഴിവ് കൊണ്ട് വല്ലതും കയറി വന്നതാണോ നീ? നിനക്ക് എന്ത് കഴിവാണുള്ളത്? ലൈവിനകത്ത് വന്നിരുന്ന് പെണ്ണുങ്ങളെ അപരാധിക്കുക. നിന്നെ എന്റെ അടുത്തങ്ങ് ചെവിക്കനെ അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. റീച്ചിന് വേണ്ടിയിട്ട് ഷഡ്ഡി വരട്ട് ഡാൻസ് കളിക്കും. ഇതിനേക്കാളും നല്ലത് മറ്റേ പാലത്തിന്റെ അടിയിൽ. അതാകുമ്പോ കസ്റ്റമർ നീ മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ നാട്ടുകാർ മൊത്തം അറിയുന്നു. പറയുന്ന എല്ലാം കേട്ട് അവൻ അങ്ങോട്ട് ചാടാൻ പറയുമ്പോ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോ ഇങ്ങോട്ട് ചാടുന്ന, അവന്റെ ആട്ടും തുപ്പും കേട്ട് നിന്ന, അവന്റെ ചൊൽപ്പടിക്ക് നിന്ന ചാവാലിപ്പട്ടി. അത്രേ ഉള്ളൂ നീ. അതിന്റെ അപ്പുറത്തേക്ക് നീ ഇല്ല. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫെയിം അതുപോലും കണ്ടവന്റെ ദാനമാണ്. തൊപ്പിന്റെ കുറെ ഫാൻസ് എനിക്ക് കിട്ടി. അവര് നീ വന്ന് കുരയ്ക്കുന്ന കാണാൻ വേണ്ടി വരുന്നു. ഇപ്പോഴും ഇവന്റെ സ്ട്രീമിനകത്ത് ഇവനെ തന്തയ്ക്കും തള്ളക്കും വിളിയാണ്. അയ്യോ, നിന്നെ തെറി വിളിക്കാൻ വരുന്നവരാണ് നിന്റെ വീഡിയോ കാണാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ. റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ കണ്ടവന്റെ ഔദാര്യത്തിൽ യൂട്യൂബറായ നീ എന്നെ ഉണ്ടാക്കാൻ വരല്ലേ. ഞാൻ അണ്ടർ റേറ്റഡ് ആണോ ഓവർ റേറ്റഡ് ആണോ നീ പണയേണ്ട ആവശ്യമില്ല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.